ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം തുടരുന്നു. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. UN പൊതുസഭയുടെ ഉച്ചകോടിയെ നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. US സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. US ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും അദ്ദേഹം സംവദിക്കും. നാളെ ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയുടെ ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നേരത്തെ USലെ ഡെലവെയറിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. സ്വതന്ത്രവും സമൃദ്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് വേണ്ടി ക്വാഡ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2025 ഉച്ചകോടി ഇന്ത്യയിൽ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ശ്രീ മോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്തോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ 40 ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായി ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവിക്കൽ ക്യാൻസർ പോലുള്ള വെല്ലുവിളികളെ സംയുക്തമായി നേരിടാനുള്ള ക്വാഡ് രാജ്യങ്ങളുടെ തീരുമാനത്തിൽ ശ്രീ മോദി സന്തോഷം പ്രകടിപ്പിച്ചു. ചെലവ് കുറഞ്ഞ രീതിയിൽ സർവിക്കൽ ക്യാൻസർ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ നടന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. അധ്യാപകർ, ജീവനക്കാർ എന്നിവരുമായി സംവദിച്ച അദ്ദേഹം ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം പരിപാടിയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3ാം വട്ടവും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ യുവാക്കൾക്കായി നടപ്പാക്കിയത് നിരവധി പദ്ധതികൾ. 75,000 പുതിയ മെഡിക്കൽ സീറ്റുകൾ, നാളന്ദ സർവകലാശാല ക്യാമ്പസിന്റെ ഉദ്ഘാടനം, എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നിവയാണ് പദ്ധതികളിൽ ചിലത്. യുവാക്കളെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ രൂപം നൽകി. ലഹരി മുക്ത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മനസ് ഹെൽപ്പ് ലൈന് തുടക്കം കുറിച്ചു. നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇടുക്കിയിൽ നിന്നുള്ള കർഷകൻ വിക്രമന്റെ വാക്കുകളിലേക്ക്. കിസാൻ പദ്ധതി അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ തവണയും കിട്ടി. 17ാം തവണയും എനിക്ക് പൈസ കിട്ടി. അതുപോലെ സർക്കാരിന്റെ കാർഷിക വേണ്ടി സഹായിക്കുന്ന എല്ലാ വളവും കീടനാശിനികളും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനിയും സർക്കാർ ഇതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസ് നാളെ മുതൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും സ്വന്തം കെട്ടിടമുള്ള ആദ്യ ജില്ലയായി കാസർഗോഡ് മാറും. ഊർജ്ജ ചെലവും പാരിസ്ഥിതിക ആഘാതവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 4 മെഗാവാട്ട് സോളാർ പദ്ധതി ഒരുങ്ങുന്നു. വിമാനത്താവളത്തിന്റെ വൈദ്യുതി ഉപഭോഗ ചെലവുകളും കാർബൺ ഫുട്പ്രിന്റുകളും കുറയ്ക്കാൻ സഹായകമാകുന്ന പദ്ധതിയാണ് ഇത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ ബാഹ്യ വൈദ്യുതി സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ലക്ഷ്യം. കണ്ണൂർ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണം അടുത്ത മാർച്ചോടെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതം. 1000-ലധികം മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഹാർബറാണ് നവീകരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഫിഷറീസ് ഓഫീസ് 186 മീറ്റർ വാർഫ്, ലേലപ്പുര, കടമുറികൾ, സാഫ് പ്രോസസിംഗ് യൂണിറ്റ്, ലോക്കർ മുറികൾ, നെറ്റ് മെൻഡിംഗ് കെട്ടിടം, ഫിഷ് പ്രോസസിംഗ് യൂണിറ്റ്, ക്യാന്റീൻ കെട്ടിടം, ശുചിമുറികൾ, കുടിവെള്ള വിതരണ സംവിധാനം, മഴവെള്ള സംഭരണി എന്നിവയുടെ പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റോഡ്, പാർക്കിംഗ് ഏരിയ, ഡ്രെയിനേജ് പ്രവൃത്തികളും ഇതോടൊപ്പം നടന്നുവരികയാണ്. ഹാർബർ ആധുനികവൽക്കരണത്തിന് 25 കോടി 36 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് അനുവദിച്ചത്. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി KV സുമേഷ് MLA യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. 45% പ്രവൃത്തി പൂർത്തിയായതായി MLA അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വയനാട് ജില്ലാ തദ്ദേശ അദാലത്ത് ഒക്ടോബർ 1 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടക്കും. അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, നിവേദനങ്ങൾ തുടങ്ങിയവ അദാലത്തിൽ പരിഗണിക്കും. ഈ മാസം 25-നകം പരാതികൾ ഓൺലൈനായി നൽകാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ MyGov ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആയിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ച കമ്മീഷൻ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ജോലിഭാരം മൂലമാണ് യുവതി മരിച്ചതെന്ന പരാതി ഏറെ ഗൌരവമേറിയതാണെന്നും രാജ്യത്തെ തൊഴിലാളി നയങ്ങളും തൊഴിൽ സംസ്കാരവും വിലയിരുത്തപ്പെടേണ്ടതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നാളെ വ്യാപക മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 കൊച്ചിയിലാണ് മത്സരം. പഞ്ചാബിനെതിരെ നടന്ന ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയയുടെ 53ാമത് ദേശീയ കായിക മത്സരങ്ങളുടെ ഭാഗമായുള്ള പെൺകുട്ടികളുടെ അത്ലറ്റിക്സ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രീയ വിദ്യാലയ എറണാകുളം റീജിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിൽ 49 ഇനങ്ങളിലായി 452 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. മത്സരങ്ങൾ 26-ന് സമാപിക്കും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഡ്രഡ്ജറിന്റെ സഹായത്തോടെയാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി P. ജഗന്നിവാസൻ ചേരുന്നു. ഷിരൂരിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇന്നും വിഫലമായി. ഷിരൂരിലെത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയ ഇന്നലെയും ഇന്നുമായി ഏതാനും ലോഹഭാഗങ്ങളും മരത്തടികളും മാത്രമാണ് ലഭിച്ചത്. അതേസമയം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് തിരച്ചിൽ നിർത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. നാവികസേന സ്പോട്ട് ചെയ്ത സ്ഥലത്ത് മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ഡ്രഡ്ജർ സ്പോട്ടിലേക്ക് എത്തിക്കും. തിരച്ചിൽ നിർത്തിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും അറിയിച്ചിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നാളെ ഷിരൂരിൽ എത്തുന്നുണ്ട്. ശബരിമലയിലെ വാവരുസ്വാമിയുടെ പ്രതിനിധി വായ്പൂർ വെട്ടിക്കൽ അബ്ദുൾ റഷീദ് മുസ്ലിയാറിന്റെ ഖബറടക്കം വായ്പൂർ പഴയപള്ളി ഖബറിസ്ഥാനിൽ നടന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 2 മാസം മുൻപ് വരെ ശബരിമലയിലെ ചുമതലകൾ നിർവഹിച്ചിരുന്നു. 10 വർഷത്തിലധികമായി ശബരിമലയിൽ വാവരുസ്വാമിയുടെ പ്രതിനിധിയായി ചുമതല നിർവഹിച്ചു വരികയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം തുടരുന്നു. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. UN പൊതുസഭയുടെ ഉച്ചകോടിയെ നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സാമൂഹികനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.